കർത്താവിൽ പ്രിയരെ, ഭാരതത്തിൻ്റെ അഭിമാനമായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ചില വാക്കുകൾ ഇന്ന് വായിക്കാനായിട്ടിടയായി. അതിപ്രകാരമാണ്: ഞാൻ ഉറങ്ങി, ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ജീവിതം എന്നത് സന്തോഷം മാത്രമാണെന്നായിരുന്നു ആ സ്വപ്നം. ഞാൻ ഉണർന്നു, അപ്പോൾ ജീവിതം എന്നത് സേവനമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സേവനം ചെയ്തു, അപ്പോൾ സേവനം എന്നത് സന്തോഷമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഉറങ്ങുമ്പോൾ മാത്രമല്ല, ഉണർന്നിരിക്കുമ്പോഴും ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നവരാണ് നമ്മൾ. നമ്മുടെ സ്വപ്നത്തിലും ജീവിതം എന്നത് സന്തോഷം തന്നെയാണ്. എന്നാൽ ജീവിതത്തിൽ സന്തോഷം നേടാൻ നാം സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഏതാണ്? ജീവിതം എന്നാൽ സേവനമാണെന്നും സേവനം വഴിയാണ് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നതെന്നും ടാഗോർ ബോധ്യപ്പെടുത്തുന്നു. ജീവിത സന്തോഷം കണ്ടെത്താൻ സേവനത്തിൻ്റെ വഴി അദ്ദേഹം തിരഞ്ഞെടുത്തു. എന്നാൽ എല്ലാവർക്കും എളുപ്പം സാധിക്കുന്ന ഈ കുറുക്കുവഴി എത്രയോ കുറച്ചു പേർ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നിസ്സാരമെന്ന് തോന്നാവുന്നവയാണെങ്കിൽ പോലും സേവനത്തിനുള്ള എത്രയോ അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ അവ നാം പ്രയോജനപ്പെടുത്താറുണ്ടോ? സേവനം എന്നത് നമ്മുടെ ഗൗരവമേറിയ ഒരു കടമയാണെന്നതും സേവനം സന്തോഷം ലഭിക്കാനുള്ള എളുപ്പമാർഗമാണെന്നുള്ളത് നമുക്ക് മറക്കാം. എന്നിട്ട് ചെയ്യുന്ന സേവനത്തിന് ഇപ്പോൾ നാം ശമ്പളം കൈപ്പറ്റുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കാം. സേവനത്തിന് ശമ്പളം പറ്റുമ്പോൾ നാം സന്തോഷപൂർവ്വം മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് കൊടുക്കാറുണ്ടോ എന്നും ചിന്തിക്കാം. ഓരോരോ കാര്യങ്ങൾക്കായി ഓരോരോ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഗതികേട് നമുക്കുണ്ടാകുമ്പോൾ നാം നേരിടുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നേരിടുന്ന അനുഭവങ്ങൾ നാം ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ തന്നെ സേവനത്തിന് ശമ്പളം പറ്റുന്ന ആളുകളാണെന്ന് കരുതുക. ന്യായമായും ചെയ്തു കൊടുക്കേണ്ടുന്ന സേവനം സന്തോഷപൂർവ്വം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്ന രീതി അവലംബിപ്പാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സർക്കാർ ഓഫീസുകളിലായാലും സ്വകാര്യ സ്ഥാപനത്തിനായാലും സേവനത്തിന് മാത്രം അർപ്പിക്കപ്പെട്ടിരിക്കുന്ന മതസ്ഥാപനത്തിലായാലും പലപ്പോഴും ഒച്ചിഴയുന്ന വേഗത്തിലല്ലേ നാം സേവനം ചെയ്തു കൊടുക്കാറുള്ളത്? അതും നമ്മെ ശല്യപ്പെടുത്തുവാൻ ആരോ വന്നിരിക്കുന്നു എന്ന ഭാവത്തിലല്ലേ പലരും അത് ചെയ്തു കൊടുക്കുന്നത്? പ്രിയമുള്ളവരെ, ഭാരതീയരായ നമ്മുടെ കാര്യം പൊതുവെ പറഞ്ഞാൽ സേവനത്തിന് കൊഴുത്ത ശമ്പളം പറ്റുമ്പോഴും നാം ജോലി ചെയ്യുന്ന എന്തോ ഔദാര്യം കൊണ്ട് മാത്രമാണെന്നാണ് നമ്മുടെ ഭാവം. തന്മൂലമല്ലേ ഇന്ന് നാം ചെയ്തു കൊടുക്കാവുന്നതും ചെയ്തു കൊടുക്കേണ്ടതുമായ കാര്യത്തിനായി നാം പലരെയും 10 വട്ടമെങ്കിലും നടത്തിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള എളുപ്പമാർഗമാണ് സേവനം എന്നത് എപ്പോഴും നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ശമ്പളം പറ്റി സേവനം ചെയ്യുന്നവരാണെങ്കിൽ ഈ വസ്തുത ഒരു നിമിഷം പോലും നാം മറന്നു പോകരുത്. ഏതെങ്കിലും കാര്യത്തിനായിട്ട് നമ്മളെ സമീപിക്കുന്നവർക്ക് നമുക്ക് സ്നേഹം പങ്കിട്ടുകൊണ്ട് നമ്മളാവുന്ന കാര്യങ്ങൾ, കടമകൾ ചെയ്തു കൊടുക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ ശുഭരാത്രി നേരുന്നു.